വെൽക്കം ബാക്ക് ടു MTK. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 5 ആണ്. ടൈം ടു വേക്ക് അപ്പ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ഗെയിം പ്ലേ നടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്വിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്ലേ സ്റ്റോറിൽ പോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടാണ് കാണുന്നത്, ശ്രമിക്കണം ഗൈസ്. അപ്പോൾ എൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ടൈം ടു വേക്ക് അപ്പ് എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ടൈം ടു വേക്ക് അപ്പ് ബ്രോ. അപ്പോൾ ടൈം ടു വേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അപ്പ് വരുന്നോളൂ. അപ്പോൾ ടി അടിക്കുമ്പോൾ തന്നെ ടൈം ടു വേക്ക് അപ്പ് ഞാൻ ഓൾറെഡി അടിച്ചുകൊണ്ട് ടൈം ടു വേക്ക് അപ്പ് എനിക്ക് കാണാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മോളിൽ ടൈം ടു വേക്ക് അപ്പ് എന്നുള്ളത് ഓപ്ഷൻ നെക്കി. അപ്പോൾ ഫസ്റ്റ് കാണാം ഇൻസ്റ്റാൾഡ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തത് മനസ്സിലാവും, ഇത് ഗ്രാനി 5 ആണ്. പക്ഷേ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണില്ല, ഇത് ഫാൻ മെയ്ഡ് ഗെയിം ആയതുകൊണ്ടാണ്. അപ്പം ഇത് ഞാൻ പ്രാക്ടീസ് മോഡിൽ ഇട്ടിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പം അധിക സംസാരമൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് ഗെയിമിൽ എൻ്റർ ചെയ്തിട്ട് കാണാം. നേരം നിങ്ങൾ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ നെറ്റിൻ്റെ ഇടക്കൊന്ന് സ്ലോ ആയിരുന്നു. ഇത് കളിക്കണമെങ്കിൽ നെറ്റ് വേണം. സാധാരണ ഗ്രാനി ഗെയിം പോലെ അല്ല, അത് ഭയങ്കര വലിയ വീടൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ വരുന്നത്. വൺ സീനാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ ടാസ്ക് ബാറിന് എന്ത് പറ്റി? പുതിയ വാങ്ങിയ കീബോർഡ് അല്ലോടോ. ഓക്കെ ടാസ്ക് ബാർ ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഓക്കെ ടാബ് ബട്ടണുണ്ട് വിൻഡോസിനകത്തുണ്ട്. ഓക്കെ, നമ്മൾ ആക്ഷൻ 1ലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറുകൻ്റെ ഫിസിക്സ് കാണുകയാണ്. ചെക്കൻ ഒരു മറ്റേ ദുരസ്വപ്നം കാണുന്ന പറയുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം, അപായപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അത് കാണുന്ന ഒരാളാണ് നമ്മുടെ ചെറുകൻ. അപ്പോൾ അതൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് പറയണം. നമ്മൾ ചിക്കുന്നതാണ് കേസ്, ഒന്നും കേൾക്കില്ല, ഒന്ന് അടിച്ചിട്ട് കളഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാക്ടീസിനാണ് കളിക്കുന്നത്, അറിയാമല്ലോ. ഗ്രാനിയില്ല. അപ്പോൾ റൂമിലേക്ക് എടുക്കുക. എനിക്കതറിയാൻ പാടില്ല, ഞാൻ വലിയ പ്രോ ഒന്നുമല്ല. ഇതെന്താ സംഭവം എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ കയറി ഇറങ്ങി. പിന്നെ സ്ലണ്ടറീന മന്ന് പറയുന്ന എന്തോ സാധനം സെലക്ട് മേടിച്ചു, എന്തോ സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അതിനകത്ത് ഒന്നുമില്ലേ? എന്താണത്? ഗ്രാനി 4 പോലും ഇത്ര ദാരിദ്ര്യമില്ല, ഗ്രാനി 1 പോലും ഇത്ര ദാരിദ്ര്യമില്ലല്ലോ. ദാരിദ്ര്യം എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് ഗൈസ്. നിങ്ങളൊന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗ്രാനി 3 ഇട്ട സമയത്ത് എനിക്ക് 57 വ്യൂസ് ആയിരുന്നു. 67 വ്യൂസ് ആയിരുന്നു. പിന്നെ ഇട്ട ഗ്രാനി 2 ഒരു 10 വ്യൂസ് പോലും തികച്ചില്ലായിരുന്നു. പിന്നെ വിട്ട വീഡിയോയിൽ 10 വ്യൂസ് തന്നെ തികച്ചില്ല. 5 വ്യൂസ് ഉണ്ടെങ്കിൽ ആയെന്ന് പറയായിരുന്നു ഗ്രാനി 2. അതിൻ്റെ 2 എപ്പിസോഡ് ഗ്രാനി 2 ഇട്ടായിരുന്നു. എടാ, എൻ്റെ അടുത്ത് കീ കാർഡ് ഉണ്ടടാ, ഇത് തുറക്കാൻ കഴിയാത്ത കീ കാർഡ്. മറ്റേ ഗ്രാനി തളച്ചിൻ്റെ മുകളിലാണ്. സീരിയസ്ലി ഞാനതൊരു ഗെയിം പ്ലേ കണ്ടിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണം കേസ്. ഞാൻ റെക്കോർഡ് ചെയ്ത് പാസ്സായിയാണ്, കുറേ നേരം സമയം എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലല്ല ഇത് കളിക്കുന്നത്. സീരിയസ്ലി ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്. കാര്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എൻ്റെ പൊന്നെ, അതാണ് എനിക്ക് ഇത്ര ക്രിഞ്ചി ആയി തോന്നുന്നത്. എന്തിനാ എനിക്ക് എഞ്ചിൻ എന്താ എഞ്ചിൻ? ഈ കുറെ ക്രോബാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്രോബാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്രോബാറൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ. അല്ല, അവിടെ നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമോ? ആ വേറെ 2 ഡോസ് എന്തായാലും ക്രോബാർ എടുത്ത് പുറത്തിടട്ടെ, അല്ലെങ്കിൽ മറന്നു പോവും. മറവിയാണ് കേസ്, മറവി. എന്തു ചെയ്യാനാ, മറവി. ഇവിടെ കീ കാർഡ് എന്താണ് എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. എൻ്റെ മൗസ് എങ്ങാനും വർക്കാവാത്തതാണോ? മൗസ് വാങ്ങിയിട്ട് കുറേ കാലമായി. കീബോർഡ് ഇപ്പം എല്ലാം അങ്ങനെ മാറ്റിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് കീബോർഡിനെ പറ്റി ദേഷ്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ ഈ മെൻസ് ചിക്മ എൻ്റെ അകത്തൊന്നും ഒന്നുമില്ല. ഇടയ്ക്കൊക്കെ ഫ്ലഷെങ്കിലും അടിച്ച് പോവാട്ടോ 11 മാർക്കൊക്കെ.
ഇതിൻ്റെ ഡ്രോയറിൻ്റെ അകത്ത് എന്തോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കേസ്, എന്തോ ഉണ്ട്. സംതിങ് ബ്ലൂ കീയോ അതെന്ത് സാധനം. പിന്നെ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഇത് നമ്മളെ മറ്റേ ഗെയിംസൊക്കെ പോലെ എഴുതി കാണിക്കത്തില്ല എന്തിൻ്റെ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഗ്രാനി 1 ഉം 2 ഒക്കെ എന്ത് സുഖമായിരുന്നു. അതൊക്കെ ഡെവലപ്പർമാർ ഇറക്കിയതാണ്. ഇത് പറഞ്ഞാൽ ഫാൻ മെയ്ഡാണ്. ഫാൻ മെയ്ഡ് പറഞ്ഞാൽ അത്ര മോശമൊന്നുമില്ല, അടിപൊളി ഗെയിമാണിത്. ഓക്കെ ഗൈസ്, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു ഗൈസ്. ഇന്ന് ഞാൻ എന്തായാലും ഇത് അവസാനിപ്പിക്കത്തില്ല, നീ കൈയെങ്കിലും അവസാനിപ്പിക്കത്തില്ല. ഇത് ജസ്റ്റ് ട്രയലാണ് ഗൈസ്. നമ്മളെ പറ്റി അറിയാമല്ലോ, അപ്പാപ്പനൊക്കെ അടിക്കുന്ന ആളുകളല്ല നമ്മളൊക്കെ. നമ്മൾ മൊട്ടടി കളയും അടുത്ത എപ്പിസോഡിൽ. ഇതിൽ അപ്പാപ്പനുണ്ട് കേട്ടോ, നിങ്ങൾ ആരെയും ഗ്രീൻ ഇതിലെനിക്ക് വെപ്പൺ കീ കിട്ടണം ഗൈസ്. കുറേ നേരമായി മറ്റേതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യാ ബ്രോ, ഇതെന്താ ഇതിൻ്റെ അകത്തെന്താ? ഒന്നുമില്ല. എൻ്റെ സമയം വേസ്റ്റാക്കാൻ എനിക്ക് താല്പര്യമില്ല സുഹൃത്തുക്കളെ. എന്താ ചെയ്യേ പോവും. അത് നമുക്ക് അടി പോകുമ്പോൾ ഇവിടെ ആയിട്ട് ഇത് 3ാമത്തെ നിലയിലേക്കുണ്ട് ബ്രോ. 4 നിലയല്ല, 3 നിലയല്ലേ ഉള്ളൂ, 4ാമത്തെ നിലയിലേക്ക് ഇല്ലല്ലോ സുഹൃത്തെ. ഓക്കെ, നമുക്ക് ചാട് ബ്രോ, ചാട്. ഓക്കെ, എത്താട് ചാട്. അത് കീയാ, ലോണ്ട്രി കീയോ? റെഡ് കീ ആളാ, ഞാൻ വിചാരിച്ചു ലോണ്ട്രി കീയാണ്. ഏതാണ്ടൊക്കെ ഞാൻ കണ്ടല്ലോ, ലിവർ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് UV ഫ്ലാഷ് ലൈറ്റ് എങ്ങനെ അടിക്കുന്നു. അത് ഗ്രാനി റീമേക്കിലുണ്ടല്ലോ UV ഫ്ലാഷ് ലൈറ്റ്. ഇത് ഫാൻ മെയ്ഡ് അല്ലേ. ഓക്കെ, നേരത്തെ കയറാൻ പറ്റുമോ? ഇല്ലടാ, എന്തിനാ ഒടിച്ച് വെച്ചേക്കുന്നേ? എൻ്റെ കീ കാർഡ് എനിക്ക് എന്തിനാ മനസ്സിലായിട്ടില്ല. ഒരു ഡോറ് നമുക്ക് ഇവിടെ അടിച്ച് പൊട്ടിച്ചാലോ? ഇത് നമ്മളെ മറ്റേതിലുണ്ട്, എന്തായിരുന്നു പറയുക, ഗ്രാനി 3-ൽ നമ്മൾ ട്രെയിനിൻ്റെ അടുത്ത്. എനിക്ക് വെപ്പൺ കീ വേണം ഗൈസ്. ഐ നീഡ് വെപ്പൺ കീ. എന്തോ കീ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. വെപ്പൺ കീ എന്താ പറയാ? ഇപ്പം ഇതെങ്ങനെയാ, എവിടെ പോയിട്ടാ തുറക്കുന്നേ? എന്താണ് അങ്ങ് ഒരു ബോക്സ് കണ്ടുണ്ടോ സുഹൃത്തുക്കളെ? യെസ് ഗൈസ്, എൻ്റെ അതെന്താ ലോണ്ട്രി കീ ആണോ അല്ലെങ്കിൽ പൂൾ കീ ആണോ? എന്താണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നങ്ങ് വലുതായി വരിക, ഗ്രാനി അങ്ങനെ വിടുന്ന പോലെയാണ്. ഓക്കെ നമ്മൾ കുറച്ച് ലെങ്താണ് ഈ വീഡിയോ. നമ്മളിത് പാർട്ട് 2 ആക്കുമെന്ന് വിചാരിച്ചോ. നമ്മൾ അങ്ങനത്തെ ടൈപ്പല്ല. എന്താ ഇറ്റ്സ് ബ്ലോക്കഡ്. ക്രോപ്പർ എടുത്തുണ്ടോ എന്നാൽ ശരിയാവോ? എടാ, സീരീസിൽ നടക്കേണ്ടതാണ്. ഓക്കെ, തോക്കട് നമുക്ക് അവിടെ പോയിട്ട് പരിപാടിയുള്ള അവിടെ ഒന്നും ഇല്ലല്ലോ ബ്രോ. എന്താ തോക്കട് ബ്രോ, തോക്ക് ഷൂട്ട്. എടാ മന്ദബുദ്ധി, 2 ബുള്ളറ്റ് മതി. പോയി ഗ്രാനി 5 ആണ് ബ്രോ ഞാൻ കളിക്കുന്നത്. നിങ്ങൾ കളിക്കണ്ട. ഇതൊരു സുഖമാണ്. ഇതെന്താണിത്? ഇതിനകത്ത് ഒന്നുമില്ല, ദാരിദ്ര്യം പിടിച്ച വീട്. ഞാൻ വീഡിയോ അവസാനിപ്പിച്ച് ചവത്തും കടിച്ച് പോകേണ്ടി വരും. അപ്പോൾ റിസപ്ഷൻ എന്തുവാണ് ഇതൊക്കെ ഇവിടെ കുറച്ച് ബുള്ളറ്റ് ഉണ്ട്. അന്ന് എനിക്കൊരു ബുള്ളറ്റ് അല്ല, അതിനീടെ കീ കാർഡ്. ഇവനൊക്കെ തല്ലി കൊല്ലണം അവന് എന്തോ ഗ്ലിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റെന്താ സിലിണ്ടറിനെ മമ്മനെടുത്ത ഗ്ലിച്ചാണ്. എടാ, ഇതെന്താ ഏത് സ്ഥലം? ഐ നീഡ് എ കീ. ഐ നീഡ് എ ഡോർ ഈസ് ദ ഡോർ ഈസ് ലോക്ക്ഡ്. ഐ നീഡ് എ കീ. പേടിച്ചു. ഇവിടെയും കിച്ചണാ? നമ്മൾ 4ാമത്തെ കിച്ചണാണ് ഗൈസ്. ഇതുമ്പാടെ ചേർത്ത് 4ാമത്തെ കിച്ചണാണ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പാർട്ട്മെൻറ്റ്. എന്താവട്ടെ, ഇവിടെ ഇഷ്ടം പോലെ റൂംസ് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്താ, ഇവിടെയും കിച്ചണോ? ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് അപ്പാർട്ട്മെൻ്റ് ആണിത്. ഏതാണ്ടൊക്കെ ആണ്, എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഒന്നുമില്ല ഇതിൻ്റെ അകത്തൊന്നും. എന്താ ചെയ്യുക, മരകദാരത്തിനും പിടിപ്പിക്കുക ആളുകളെ. എന്താ ചെയ്യുക?
ഓക്കെ 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 ആ പൊട്ടിക്കും മോനെ. ഷൂട്ട് ചെയ്യേ അങ്ങോട്ടും ഇല്ല. അവിടെയാണ്, അതാണ് ശരിക്കുള്ള ലോണ്ടറി കീ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധനം കൊള്ളാലോ. യെസ്. എന്താണ് ഗൈസ്? എന്താണ്? ഓ മറ്റേ പിസ്സനെ വിളിക്കാണല്ലേ. അതെന്താണ് കോഡ് എനിക്ക് മനസ്സിലാവുന്ന. എടുക്കാൻ പറ്റുമോ ബുക്ക്? നീ ഫോട്ടോ എടുത്ത 280760. അത് പിന്നെ റൈഡിയാക്കാം. അപ്പോൾ എനിക്കൊരു സസ്പെൻസ് വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയുള്ളൊരു ഗെയിമിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. സീരിയസ്ലി മാൻ, നിങ്ങൾ എന്തായാലും അത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് കുന്തം പോയൊരു ചെയ്യും. ഞാനൊക്കെ അത് ചെയ്യണമെങ്കിൽ കുറച്ച് അധികം പണി എടുത്തിട്ടാണ്. ഓഹ് എന്തൊക്കെ റെക്കോർഡ് ചെയ്ത് കളിച്ചിരിക്കാൻ പറ്റിയൊരു ഗെയിമാണത്. കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടും. സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ തൽക്കാലത്തിന്. ഓക്കെ, ഞാൻ അടിപ്പോട്ടെ. ഈ കോൾ വിളിക്കുന്ന സ്ഥലം ഏതാ എന്നെനിക്കറിയാത്ത. റോബാർ അവിടെ കൊണ്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും സുഹൃത്തുക്കളെ. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ദാരിദ്ര്യം പിടിച്ച വീടാണ്. മറ്റൊരു പറ്റിയൊന്നുമല്ല, ചെറിയ ദാരിദ്ര്യമാണ്. കുഴപ്പമില്ല. ദാരിദ്ര്യം ഈസ് ദാരിദ്ര്യം. ഓക്കെ 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 സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നുമില്ലടാ. വെറുതെ ഒന്ന് നാണക്കെടാനാവില്ല. നാണം കെടാൻ. എന്തുവാടേ? എന്താ ഡോറ്? ഈ വീഡിയോ ഇവിടെ ജോയിൻ്റപ്പ് ചെയ്യാൻ ഗൈസ്. പക്ഷേ ഇതെന്താ സാധനം? എന്താ എൻ്റെ അടുത്ത് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്താ സാധനം? എന്താ? അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നിങ്ങളോട് കാര്യം പറയാണ്ട്, നിങ്ങൾ ആരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യില്ല, ലൈക്ക് ചെയ്യില്ല, വ്യൂസും കുറവാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ? എല്ലാ വീഡിയോസും പോയി കാണുക. എന്നാൽ നമുക്ക് ഈ അടുത്ത 100 അങ്ങ് അടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.